ഇന്നത്തെ ഈ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങി വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം, രോക്ഷ പ്രകടനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇന്ന് രാത്രി എങ്ങനെ ഞങ്ങൾ ഇവിടെ കഴിയും, ധൈര്യത്തോടെ കഴിയും, പുറത്തിറങ്ങി നടക്കുമെന്ന ചോദ്യമാണ് ഉയർത്തിയത്. കാരണം ഈ ആന നേരത്തെ ബാവലിയിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്ഥാനം മാറി. ഇപ്പോൾ മണ്ണുണ്ടി കോളനിക്ക് സമീപത്തുള്ള വനപ്രദേശത്താണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിനായി തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇവിടെ എത്തി നാട്ടുകാരോട് പറഞ്ഞത് ഇന്ന് രാത്രി ഇവിടെ പോലീസുകാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒരു സുരക്ഷ ഉണ്ടായിരിക്കുമെന്നതാണ്. പട്രോളിംഗ് അടക്കം രാത്രികാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ആ ഉറപ്പ് അംഗീകരിക്കാൻ കഴിയില്ല. അവർ ഇവിടെ എത്തട്ടെ, നിങ്ങൾ പറയുന്ന പോലീസുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി സുരക്ഷ നൽകട്ടെ എന്നതാണ് പറയുന്നത്. ഏതായാലും 5:30 കൂടിയാണ് ഈ പദ്ധതി, അതായത് ദൗത്യം ഉപേക്ഷിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് അവരെ ഈ വണ്ടി കോളനിക്ക് സമീപത്ത് വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു. എങ്ങനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ജീവിക്കുമെന്നതാണ് അവർ ചോദിച്ച ചോദ്യം. അതിനുത്തരം പറയാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല. അങ്ങനെ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞിട്ടു. ഉന്നത ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്നും ഇറങ്ങി മറ്റൊരു വാഹനത്തിലാണ് അവർ ഓഫീസിലേക്ക് പോയത്. ഏതായാലും വാഹനങ്ങൾ ഇപ്പോഴും ഇവിടെ തടഞ്ഞിട്ട് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നം അതിൽ ഒരു പരിഹാരമാണ് കാണേണ്ടത്. അതിൽ സമീപനത്തോടെ അല്ലെങ്കിൽ ഒരു സമവായത്തിനൊരു നീക്കമാണ് പലരുടെയും ഭാഗത്തുനിന്ന്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം ഇവിടെ എത്തി നാട്ടുകാരോട് സംസാരിച്ചു. പക്ഷേ നാട്ടുകാർ പ്രകോപിതരായിരുന്നു. പ്രത്യേകിച്ചും അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഈ ആന ഈ മണ്ണുണ്ടി കോളനിയുടെ പരിസരത്ത് നിലയുറപ്പിച്ച് നിൽക്കുമ്പോൾ തങ്ങൾ എങ്ങനെ രാത്രി ഒന്ന് മുറ്റത്തിറങ്ങും? മുറ്റത്ത് കയറി ചവിട്ടിക്കൊല്ലുന്ന ആനയാണ്. ആ ആന ഉള്ളപ്പോൾ എങ്ങനെ തങ്ങളെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുമെന്ന ചോദ്യമാണ് അവർ ഉയർത്തിയത്. പക്ഷെ അതിന് ഉത്തരം പറയാൻ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലാണ് പട്രോളിംഗ് നടത്താം എന്നൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ തീരുമാനത്തിൽ നാട്ടുകാർ പറയുന്നത് അവരിവിടെ എത്തിയതിനു ശേഷം മാത്രം വാഹനം വിടാം എന്നതാണ്. ഏതായാലും ഇപ്പോഴും ഈ വാഹനങ്ങൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. നാട്ടുകാർ ഈ പ്രദേശത്തുണ്ട്. രാത്രിയായിട്ടും പിന്തിരിഞ്ഞു പോകാൻ അവർ തയ്യാറായില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അത് പൂർണ്ണമായും പരിഹരിക്കണം എന്നതാണ് അവർക്ക് പറയാനുള്ളത്. ഏതായാലും ആ വിഷയത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒരു പരിഹാരത്തിലേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷ. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫെലിക്സ്, ഇപ്പൊ നാളെ എന്തായാലും ഈ ശ്രമം തുടരാനുള്ള എല്ലാ സാധ്യതയും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും? നാളെ രാവിലെയോടുകൂടി തന്നെ ഈ മിഷൻ ആരംഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും പ്രധാന മഞ്ജിത, ഇന്ന് രാത്രി ഈ ആനയുടെ സഞ്ചാരപാത എങ്ങോട്ടായിരിക്കും എന്നത് വളരെ നിർണായകമാണ്. കാരണം ആനയെ ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയാതിരുന്നതിന് പ്രധാനപ്പെട്ട വിഷയം, ആന നേരത്തെ രാവിലെ ഉണ്ടായിരുന്നു മണ്ണുണ്ടി കൊള്ളിക്ക് സമീപത്താണെങ്കിൽ ഉച്ചയോടുകൂടി അത് ബാവലിയിലേക്ക് സഞ്ചരിച്ചു. പിന്നീട് ഈ ദൗത്യം നടത്താനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെറ്ററി സർജൻ അടക്കം വനത്തിനുള്ളിലേക്ക് എത്തിയ സമയത്ത് ബാവലിയിൽ നിന്നും ഈ ആന മണ്ണുണ്ടി കൊള്ളി പരിസരത്തേക്ക് എത്തി. അപ്പോൾ ഈ ആനയുടെ സഞ്ചാരം ഒരു ദുഷ്കരമാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ആനയെ മയക്കുവെടി വെക്കുക ദുഷ്കരമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യം, സാധാരണ നമുക്കറിയാം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത് കൂടുതലായും ജനവാസ മേഖലയിൽ വെച്ചാണ്. ജനവാസ മേഖലയിൽ വെച്ച് പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കാടല്ല, അത് ജനവാസ മേഖലയാകുമ്പോൾ നല്ല സ്ഥലങ്ങളുണ്ടാകും. മാത്രമല്ല വലിയ രീതിയിൽ കാടൊന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ആനയെ മയക്കുവെടി വെക്കുക കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഇത് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള കാടാണ്. അത് വളരെ തിക്ക് ഫോറസ്റ്റ് എന്നാണ്, അതായത് വലിയ രീതിയിൽ കാടുണ്ട്. അപ്പോൾ ആ കാട്ടിൽ ആന മറഞ്ഞിരിക്കുമ്പോൾ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് അവർ പറയുന്നത്. അതായത് അത്ര എളുപ്പത്തിൽ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടാൻ കഴിയുന്നില്ല. കാരണം വലിയ രീതിയിലുള്ള കാടാണ്. ആ കാട് നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതാണ് വ്യക്തമാക്കുന്നത്. ഇത്രയേറെ ശ്രമിച്ചിട്ടും ആനയെ ഒരു തവണ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. മുഴുവൻ കാടാണ്, കാടിനുള്ളിലൂടെ അത് ഓടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാടിനുള്ളിൽ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ച് ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് എന്നതാണ് വനംവകുപ്പും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നാളെ വളരെ പ്രധാനമാണ്. കർണാടകത്തിലേക്ക് ഈ ആന കടന്നാൽ പിന്നീട് ഇത് തിരികെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്. ഇന്ന് രാത്രി ഇത് തിരികെ മടങ്ങി കർണാടകത്തിലേക്ക് പോവുകയും പിന്നീട് ഒരിക്കൽ വീണ്ടും തിരിച്ചെത്തി മുറ്റത്ത് കയറി ആളെ കൊല്ലുമോ എന്നൊരു ഭയം ജനങ്ങൾക്കിടയിലുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാത്രി ഇത്
വീട്ടിലേക്ക് ഇറങ്ങി വരുമോ എന്നൊരു പേടിയും ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത് വരെയും വാഹനം തടഞ്ഞിടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വാഹനം തടഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നു. നാളെ ഏതായാലും രാവിലെ തന്നെ ആനയെ മയക്കോട് വെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം വനത്തിനുള്ളിൽ കുങ്കിയാനകൾ നേരത്തെ ഉണ്ടായിരുന്ന ബാവലിയിൽ നിന്നും കുങ്കിയാനകളൊക്കെ തന്നെ തിരികെ മടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഈ ആന എവിടെ ഉണ്ട് എന്ന് ട്രാക്ക് ചെയ്യുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. അങ്ങനെ ട്രാക്ക് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയില്ല, വൈകി മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ തന്നെ പിന്നീട് മയക്കുവെടി വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം. മയക്കുവെടി വെക്കണമെങ്കിൽ അത്തരമൊരു സ്ഥലം കണ്ടെത്തണം, അവിടേക്ക് ആനയെ മാറ്റണം. അതൊക്കെ ഈ കൊടുങ്കാടിനുള്ളിൽ വെല്ലുവിളി നിറഞ്ഞതാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അത് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നാളെയും ഈ ദൗത്യം പൂർണ്ണമായും വിജയകരമായി പൂർത്തീകരിക്കുമെന്ന ഉറപ്പ് വനംവകുപ്പിനുമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴും അവർക്കുള്ളത്.